നിസ്കാരത്തിൽ തന്നെ നിർബന്ധമായ കാര്യങ്ങൾ ഇപ്പൊ ഫാത്തിഹ അല്ലെങ്കിൽ അത്തഹിയാത്തുള്ള ദുആകൾ, ഈ ദുആകൾ ഈ ദുആകളൊക്കെ പറയുമ്പോഴൊക്കെ തെറ്റ് പറ്റി എന്നുള്ള ചിന്തകൾ വരിക, അല്ലെങ്കിൽ അങ്ങനെ ആലോചിക്കുമ്പോ അതൊക്കെ പിന്നീട് ഒന്നും കൂടി അതേപോലെ പറയാനോ അല്ലെങ്കിൽ നിസ്കാരത്തിന് ശേഷം ഇങ്ങനെ ചിന്തകൾ വരുമ്പോഴൊക്കെ എന്താ ചെയ്യേണ്ടത്? ഇപ്പോ ഞാൻ പറയുന്ന ഇത് ഇപ്പൊ ഫാത്തിഹ ചൊല്ലുമ്പോ മഖ്റജോ അങ്ങനെ എന്തെങ്കിലും തെറ്റിന്ന് തോന്നിയാലൊക്കെ നിസ്കാരത്തിന് അത് ബാത്തിലാക്കുവോ? അല്ലെങ്കിൽ നിസ്കാരത്തിന് ശേഷം തോന്നിയാല് എന്ന സന്ദർഭങ്ങളൊക്കെ എന്താ ചെയ്യണ്ടേ? ഈ നിസ്കാരത്തിൽ നമ്മൾ ചൊല്ലുന്ന കാര്യങ്ങളുണ്ടല്ലോ, ചൊല്ലുന്നവ, അത് നിസ്കാരത്തിൻ്റെ റുക്കുനുകളായിട്ടുള്ളവയുണ്ട്, വാജിബുകളായിട്ടുള്ളവയുണ്ട്, പിന്നെ സുന്നത്തുകളായിട്ടുള്ളവയുണ്ട്. ചൊല്ലുന്നവ കർമ്മങ്ങളുള്ളതുപോലെ, കർമ്മങ്ങളുള്ളതുപോലെ ഇപ്പം നിസ്കാരത്തിൽ കഴിവുള്ളവൻ നിൽക്കുക എന്നുള്ളത് റുക്കിനാണ്, റുക്കൂ ചെയ്യുക എന്നുള്ളത് റുക്കിനാണ്. ഇതേപോലെ പിന്നെ ഒന്നാമത്തെ തശഹുദിന് ഇരിക്കുക എന്നുള്ളത് വാജിബാണ്. അതൊക്കെ കർമ്മങ്ങൾ, റുക്കുനുണ്ട്, അതേപോലെ തന്നെ വാജിബുണ്ട്. പിന്നെ സുന്നത്തായ കർമ്മങ്ങൾ, ഇപ്പോൾ നമ്മൾ തഹിയാത്തിൽ ഇരുന്നുണ്ടെങ്കിൽ വിരൽ ചൂണ്ടുക, അതേപോലെ നിസ്കാരത്തിൽ കൈകെട്ട് നിൽക്കുമ്പോൾ കൈകെട്ടി നിൽക്കുക, ഇങ്ങനെയൊക്കെയുള്ള സുന്നത്തുകളുണ്ട്. ഇതേപോലെ നിസ്കാരത്തിൽ ചൊല്ലുന്നവയിൽ റുക്കുനുകളുണ്ട്, വാജിബുകളുണ്ട്, സുന്നത്തുകളുണ്ട്. ഇപ്പോൾ തക്ബീറത്തുൽ ഇഹ്റാം, അല്ലാഹു അക്ബർ, തക്ബീറത്തുൽ ഇഹ്റാം കിട്ടിയ റുക്കുനാണ്. സൂറത്തുൽ ഫാത്തിഹ ഓതൽ റുക്കുനാണ്. തക്ബീറത്തുൽ ഇഹ്റാം നിർവഹിക്കാത്തവർക്ക് നിസ്കാരം ശരിയാകില്ല. അവർ നിസ്കാരം അങ്ങനെ നിസ്കരിച്ചില്ലെങ്കിൽ മടക്കി നിസ്കരിക്കണം. ഒരാൾ സൂറത്തുൽ ഫാത്തിഹ ഓതേണ്ട സമയത്ത് ഓതിയിട്ടില്ല എങ്കിൽ അയാൾക്ക് നിസ്കാരം മടക്കി നിസ്കരിക്കണം. അതേസമയം വാജിബുകളാണെങ്കിലോ, ഇപ്പോൾ റുക്കൂഇൽ സുബ്ഹാന റബ്ബിയൽ അദീം അല്ലെങ്കിൽ സുബ്ഹാന റബ്ബിയൽ അദീം വബിഹംദിഹി എന്ന് ചൊല്ലൽ വാജിബാണ്. അത് മറന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സെഹ്വിൻ്റെ സുജൂദ് കൊണ്ട് പരിഹരിക്കാൻ പറ്റും, നിസ്കാരത്തിനിടയിൽ അത് മനസ്സിലായാൽ, നമുക്ക് ബോധ്യമായിട്ടുണ്ടെങ്കിൽ. സൂറത്തുൽ ഫാത്തിഹ റുക്കിനാണ്. റുക്കിന് ഫാത്തിഹ നമ്മൾ മറന്നു എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നിസ്കാരത്തിൽ ഓർമ്മ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു റക്കയത്ത് കൂടി നിസ്കരിച്ചിട്ട് പിന്നെ സെഹ്വിൻ്റെ സുജൂദ് ചെയ്താൽ മതി. ഫാത്തിഹ മറന്ന ആ റക്കയത്ത് മടക്കി നിസ്കരിച്ചാൽ മതി. സഹോദരൻ്റെ ചോദ്യം, ഫാത്തിഹ ഓതിയപ്പോൾ തെറ്റി, അങ്ങനെ ഫാത്തിഹയിൽ ഇപ്പോൾ ഉദാഹരണത്തിന് സൂറത്തുൽ ഫാത്തിഹയിലെ 7 ആയത്താണ്, ഒരായത്ത് ഒരാൾ ഓതിയില്ല, പിന്നെ ഞങ്ങൾക്ക് ഓർമ്മ വരുന്നത്, അല്ലെങ്കിൽ ഓത്തിൽ അർത്ഥം പിഴക്കുന്ന രീതിയിൽ ഓതി, അങ്ങനെയാണ് എങ്കിൽ ഓതാത്തവനെ പോലെയാണ്. നമ്മൾ ഓതി ഉടനെയാണ് ഓർമ്മ വരുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അതൊന്നുകൂടി ഓതണം. അതല്ല, നമ്മൾ ആ റക്കായത്തിലായിരിക്കെയാണ് ഓർമ്മ എന്നത്, ഞാനൊരു ആയത്ത് ഓതിയിട്ടില്ലല്ലോ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ റക്കായത്തിലേക്ക് വന്നിട്ട് എന്ത് ചെയ്യണം? സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് ഒന്നുകൂടി നിസ്കരിക്കണം, ആ റക്കായത്ത് നിസ്കരിക്കണം. എന്നിട്ട് അവസാനം സെഹ്വിൻ്റെ സുജൂദ് ചെയ്യണം. സലാം വീട്ടുന്നതിന് മുമ്പാണ് ഓർമ്മ വന്നത് എങ്കിൽ ഒരു റക്കായത്ത് കൂടി നിസ്കരിച്ചിട്ട് പിന്നെ സെഹ്വിൻ്റെ സുജൂദ് ചെയ്യണം. നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ്, കുറേ കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ഓർമ്മ വരുന്നത് എങ്കിൽ, നിസ്കരിച്ച ഉടനെയാണെങ്കിൽ ഇതേപോലെ തന്നെ ഈ റുക്കിന് നഷ്ടപ്പെട്ട ഒരു റക്കായത്ത് നിസ്കരിച്ചിട്ട് പിന്നെ സെഹ്വിൻ്റെ സുജൂദ് ചെയ്ത് സലാം വീട്ടിയാൽ മതി. അല്ലെങ്കിൽ സലാം വീട്ടിയിട്ട് സെഹ്വിൻ്റെ സുജൂദ് ചെയ്ത് സലാം വീട്ടിയാൽ മതി. അതേസമയം നിസ്കാരം കഴിഞ്ഞ് പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് ഓർമ്മ വരുന്നതെങ്കിൽ നമ്മൾ ആ നിസ്കാരം മടക്കി നിസ്കരിക്കണം. ഇത് റുക്കുനുകളുടെ വിഷയത്തിൽ അത് നഷ്ടപ്പെടുമ്പോഴാണ്. എന്നാൽ വാജിബുകളാണ് എങ്കിൽ സെഹ്വിൻ്റെ സുജൂദ് അതിനെ പരിഹരിക്കും. സുന്നത്തുകളിലാണ് എങ്കിൽ അതിൽ പ്രശ്നമല്ല, നിസ്കാരം അസ്വീകാര്യമാകുന്ന വിഷയമല്ല. എനിക്ക് ചോദ്യം മനസ്സിലായ രീതിയിൽ ഇതാണതിന് ഉത്തരം. അല്ലാഹു ആലം.